അങ്ങനെ വെച്ചാൽ ഇപ്പോൾ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ ഫയർ ബ്രാൻഡായിരുന്നു. ഇപ്പോൾ താങ്കളടക്കം എനിക്ക് തോന്നിയിട്ടുണ്ട് മുന്നോട്ട് പോകുന്നതോറും കുറച്ച് മെലോ ഡൗൺ ആവുന്നു, കുറച്ചും കൂടി സോഫ്റ്റ് ആവുന്നത് ആണോ? അങ്ങനെ ഞങ്ങളുടെ ആദർശനിഷ്ഠയ്ക്ക് ഒരു കുറവുണ്ടായിട്ടില്ല. ഫയർ ബ്രാൻഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ധീരമായ, ധീരം എന്നുള്ള ഉദ്ദേശമല്ല ഞാൻ വെച്ചെങ്കിൽ പിന്നെ അന്നത്തെ കാലത്ത് ഞങ്ങളെല്ലാം പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലും ഒരടി ഉണ്ടായാൽ ഞങ്ങൾ തല്ല് കൊണ്ടിട്ടുണ്ട്. ഒന്നാമത്തെ തല്ല് താങ്കൾക്ക് നേരെ ആയിരിക്കും ഞങ്ങൾ കൊണ്ടിട്ടുണ്ട്. ഞാൻ മാത്രമൊന്നുമല്ല, അത് ഇപ്പോഴത്തെ ISF കാര്യം അത് ചെയ്യുന്നുണ്ട്. ഇനിയും സമരം ചെയ്യാൻ പോവുകയാണെങ്കിൽ പോവല്ലോ, സമരം ചെയ്യാൻ പോകുമ്പോൾ അടിയുണ്ടായാൽ ഞങ്ങൾ തല്ല് കൊള്ളാറുണ്ടാവും. പക്ഷെ അങ്ങനെ വന്ന് മുന്നോട്ട് പോകുന്നതിന് കുറച്ച് എന്താ പറയുക, ഒരു അധികാരത്തിലേക്ക് ഇരിക്കുമ്പോൾ കുറച്ച് മെല്ലോഡോൺ ആയിട്ടില്ല. അധികാരം ഞങ്ങളൊന്നും ശേഷം ഞങ്ങൾ ആരിലും വെള്ളം ചേർത്തിട്ടില്ല. ഞങ്ങളുടെ പ്രായം ഞങ്ങളെ കുറച്ചുകൂടെ ജീവിതം പലതും പഠിപ്പിക്കുന്നുണ്ടാകും. ആ സമയത്ത് പ്രായം കൂടുന്നുണ്ട്. ഞങ്ങൾ കോളേജിൽ പഠിച്ച ഞങ്ങളല്ല ഇപ്പം, പക്ഷേ ആ കാലം തന്നിട്ടുള്ളതെല്ലാം ഞങ്ങളിവിടെ ഇപ്പോഴും ഉണ്ട്, അതുപോലെ തന്നെ ഉണ്ടാകുകയും ചെയ്യും. പക്ഷെ അന്നത്തെ ആ ഒരു ഉഷരി ഇപ്പോൾ ക്യാമ്പസിൽ അങ്ങനത്തെ രാഷ്ട്രീയത്തിലുണ്ടോ? അത് പ്രായം കൂടുമ്പോൾ നമ്മളെല്ലാവരും പറയും ഞങ്ങളെല്ലാം ഉള്ളപ്പോൾ വലിയ ഗംഭീരമായിരുന്നു, ഇപ്പോൾ എല്ലാം മോശമാണെന്ന്. ഞാൻ വിശ്വസിക്കാത്ത ആളാണ്. രാഷ്ട്രീയത്തിൻ്റെ പൊതുഗതിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ക്യാമ്പസ് മോശമാകുന്നല്ല. മോശമായെങ്കിൽ സമൂഹത്തിലെ പൊതുവിലുള്ള മൂല്യബോധങ്ങളുടെ മോശമാണത്. ഇതൊരു പുതിയ കാലഘട്ടമാണ്, ആഗോളവൽക്കരണം. അതിൻ്റെ വാല്യൂ കൺസെപ്റ്റുകൾ എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട്. പണം എന്ന് പറയുന്നത് ഓൾമൈറ്റിയാണ് എന്നൊരു ചിന്ത വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിനേക്കാളും വൻ ദൈവമായി പണം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് പഴഞ്ചൊല്ലായിരുന്നു, നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേട് ആ പണം മാറ്റിക്കൊള്ളും. അത് പഴഞ്ചൊല്ലായിരുന്നു. ഇന്ന് പഴഞ്ചൊല്ലല്ല, ഇന്ന് വലിയ വിലാക്കിന് പറയുവാണ് എങ്ങനെയും പണം ഉണ്ടാക്കുക, പണമാണല്ല. പണമല്ല എല്ലാം. മനുഷ്യനും അവൻ്റെ മാനവിക നീതിയും സമൂഹത്തിൻ്റെ നീതിബോധവുമാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്തയുടെ ശക്തി അതിൻ്റെ മേൽക്കൈ സ്ഥാപിക്കാനുള്ള സമരത്തിലാണിപ്പോൾ. ആ സമരത്തിൻ്റെ ദശാസന്ധിയിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. അതെല്ലാവരെയും ബാധിക്കും, വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും ബാധിക്കും. വിമർശകർ പറയുന്നത് സാധാരണ CPI-യിലും CPI-എമ്മിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന്. CPI-യും CPM-ഉം ഇന്ത്യയെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ, ഇന്ത്യയുടെ മുമ്പിലുള്ള രാഷ്ട്രീയ ഭാവിയുടെ ലക്ഷ്യം നിർവചിക്കുന്ന കാര്യത്തിൽ പൊതുവിൽ സമാന സമീപനമുള്ള രണ്ട് പാർട്ടികളാണ്, രണ്ട് ഇടതുപക്ഷ പാർട്ടികൾ. ഒരേ പാരമ്പര്യമുള്ള, ഒരേ പൈതൃകമുള്ള, ഒരേ ഐഡിയോളജിയിൽ മുന്നിൽ നിൽക്കുന്ന രണ്ട് പാർട്ടികൾ. അപ്പോൾ ഇത് കുറേ ഒരേ കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്, പക്ഷേ ഞങ്ങൾ രണ്ട് പാർട്ടികളാണ്. അതാണ് ഇന്നത്തെ റിയാലിറ്റി. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധത്തിൻ്റെ പൊതു സ്വഭാവം ഐക്യത്തിൻ്റെതാണ്. അതിന് ഞങ്ങൾ വിലപ്പെട്ടതായി കാണുന്നു. ഈ ഐക്യമാണ് വാസ്തവത്തിൽ ഇന്നത്തെ ഇന്ത്യയിലെ ഇടതുപക്ഷം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന എല്ലാ പ്രക്ഷോഭങ്ങളുടെയും എല്ലാ ആശയങ്ങളുടെയും അടിത്തറ ഈ CPI CPM ബന്ധം ആണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ ബന്ധം ശക്തിപ്പെടുത്തേണ്ട ബന്ധമാണ്. ശക്തിപ്പെടുത്താൻ ഞങ്ങളെല്ലാവരും രണ്ട് പാർട്ടികളും പ്രതിജ്ഞാബദ്ധരുമാണ്. ഞങ്ങൾ തമ്മിലുള്ള അനൈക്യത്തേക്കാൾ എത്രയോ ഐക്യമുണ്ട് ഞങ്ങൾ തമ്മിൽ. ഐക്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള സംവാദങ്ങളെയാണ് പലപ്പോഴും മീഡിയ പെരുപ്പിച്ച് എന്തല്ലായോ അങ്ങനെയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്.